ഓൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാരിയൻസിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ നോക്കാം. ടൈപ്സ് ഓഫ് വാരിയൻസ്. നോർമലി ദർ ആർ 2 ക്ലാസ്സസ് ഓഫ് വാരിയൻസ്. വാരിയൻസ് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് കോസ്റ്റ് വാരിയൻസും രണ്ടാമത്തേത് സെയിൽസ് വാരിയൻസും ആണ്. ഇങ്ങനെ 2 ക്ലാസിഫിക്കേഷൻസ് ആണ് ഉള്ളത്. കോസ്റ്റ് വാരിയൻസ് എന്ന് വെച്ചാൽ ദർ ആർ 3 ടൈപ്സ് ഓഫ് കോസ്റ്റ് വാരിയൻസ്. കോസ്റ്റ് അതായത് ഡിഫറെൻറ്റ് കോസ്റ്റിൻ്റെ ബേസിലാണ് ഇതിനെ തിരിച്ചിരിക്കുന്നത്. അപ്പോൾ 3 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. മെറ്റീരിയൽ വാരിയൻസ്, ലേബർ വാരിയൻസ് ആൻഡ് ഓവർഹെഡ് വാരിയൻസ്. ഇങ്ങനെ 3 തരത്തിലാണ് കോസ്റ്റ് വാരിയൻസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് മെറ്റീരിയൽ വാരിയൻസ്. നോക്കാം. ദ മെറ്റീരിയൽ വാരിയൻസ് ആർ പോപ്പുലർലി നോൺ ആസ് മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ്. ഇതിനെ നമ്മൾ മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് എന്നാണ് പറയുക. Material variances are of 3 types, namely material cost variance, then material price variance and material usage variance. ഈ മെറ്റീരിയൽ വാരിയൻസിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാണ്. മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ്, മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ് ആൻഡ് മെറ്റീരിയൽ യൂസേജ് വാരിയൻസ്. ദെൻ ഫസ്റ്റ് വൺ മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് ആണ്. Material cost variance is the difference between the standard cost of material specified for the output achieved and actual cost of the material used. നമ്മൾ എന്താണ് സ്റ്റാൻഡേർഡ് കോസ്റ്റും അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ദ മെറ്റീരിയൽ സ്പെസിഫൈഡ് ഫോർ ദ ഔട്ട്പുട്ടിന് വേണ്ടി സ്പെസിഫൈ ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ സ്റ്റാൻഡേർഡ് കോസ്റ്റും അതേപോലെ മെറ്റീരിയലിന് യൂസ് ചെയ്യുന്ന ആക്ച്വൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ്. അത് ഇക്വേഷനിൽ പറയുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് മൈനസ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. മെറ്റീരിയൽ കോസ്റ്റിന് വാരിയൻസിനെ തന്നെ നമ്മൾ പിന്നെയും ഡിവൈഡ് ചെയ്യുകയാണ് മെറ്റീരിയൽ പ്രൈസ് വാരിയൻസും മെറ്റീരിയൽ യൂസേജ് വാരിയൻസും. ഓക്കെ, അതിൽ ഒന്നാണ് മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ്. ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ദ മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് വിച്ച് ഇസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് പ്രൈസ് ആൻഡ് ആക്ച്വൽ പ്രൈസ് പെയ്ഡ്. സ്റ്റാൻഡേർഡ് പ്രൈസും ആക്ച്വൽ പ്രൈസും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ് എന്ന് പറയുന്നത്. ഇതിലൊക്കെ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുണ്ടാവും. അത് നിങ്ങൾക്ക് ഇവിടെ ഇല്ല, ഹയർ ക്ലാസ്സുകളിലാണ്. എന്നാലും ഒരു ഇക്വേഷൻ പോലെ ഇത് പഠിച്ചു വെക്കാം. ദെൻ നെക്സ്റ്റ് ആണ് മെറ്റീരിയൽ യൂസേജ് വാരിയൻസ്. ഇതും എന്താണ്, മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസിൻ്റെ ഒരു പാർട്ടാണ്. ഇത് എന്ത് തമ്മിലുള്ള ഡിഫറൻസ് ആണ്, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയും ആക്ച്വൽ ക്വാണ്ടിറ്റിയും തമ്മിലുള്ള വ്യത്യാസമാണ് എന്ത്, മെറ്റീരിയൽ യൂസേജ് വാരിയൻസ് എന്ന് പറയുന്നത്. പ്രൈസ് വാരിയൻസ് എന്തായിരുന്നു, ആക്ച്വൽ പ്രൈസും സ്റ്റാൻഡേർഡ് പ്രൈസും ആക്ച്വൽ പ്രൈസും തമ്മിലുള്ള വ്യത്യാസം. മെറ്റീരിയൽ യൂസേജ് വാരിയൻസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയും ആക്ച്വൽ ക്വാണ്ടിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഈ ടൈപ്പിന് പുറമെ മെറ്റീരിയൽ വാരിയൻസിനെ നമ്മൾ വേറെ 2 രീതിയിലും കൂടി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. മെറ്റീരിയൽ മിക്സ് വാരിയൻസും മെറ്റീരിയൽ ഈൽഡ് വാരിയൻസും. ഇങ്ങനെ 2 ക്ലാസിഫിക്കേഷനും കൂടിയും ഉണ്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ആണ് മെറ്റീരിയൽ മിക്സ് വാരിയൻസ്. മെറ്റീരിയൽ മിക്സ് വാരിയൻസ് അറൈസ് ഓൺലി വെൻ ദ ഡിഫറൻസ് മെറ്റീരിയൽസ് ആർ മിക്സഡ് ടു ദ മാനുഫാക്ചറിങ് എ പ്രൊഡക്റ്റ്. അതായത് ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിലാണ് നമ്മൾ മെറ്റീരിയൽ മിക്സ് വാരിയൻസ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് കെമിക്കൽസ്, പെയിൻറ്റ്, ഇതിലൊക്കെ നമ്മൾ മെറ്റീരിയൽ മിക്സ് വാരിയൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എന്ത്, ഇറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദി സ്റ്റാൻഡേർഡ് ആൻഡ് ആക്ച്വൽ കോമ്പോസിഷൻ ഓഫ് എ മിക്സ്ചർ. ഇതിൻ്റെയൊക്കെ ആക്ച്വൽ കോമ്പോസിഷൻ, ഇതിൻ്റെ ആക്ച്വൽ സ്റ്റാൻഡേർഡ് കോമ്പോസിഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുക, മെറ്റീരിയൽ മിക്സ് വാരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ മെറ്റീരിയൽ ഈൽഡ് വാരിയൻസ് ആണ്. മെറ്റീരിയൽ ഈൽഡ് വാരിയൻസ് ഇസ് കാൽക്കുലേറ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്, മെറ്റീരിയൽ ഈൽഡ് കണക്ക് ആക്കുന്നത്. ഇതിന് എന്താണ്, മെറ്റീരിയൽ ഈൽഡ് വാരിയൻസ് ഇസ് എ പാർട്ട് ഓഫ് മെറ്റീരിയൽ യൂസേജ് വാരിയൻസ് വിച്ച് ഇസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി സ്റ്റാൻഡേർഡ് ഈൽഡ് ആൻഡ് ആക്ച്വൽ ഈൽഡ്. ഈ ഈൽഡ് എന്ന് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് ഔട്ട്പുട്ടാണ്. ഓക്കെ, നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നത് അതാണ് ഈൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഔട്ട്പുട്ടാണ് നമ്മൾ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടും ആക്ച്വൽ ഔട്ട്പുട്ടും തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഈൽഡും ആക്ച്വൽ ഈൽഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് മെറ്റീരിയൽ ഈൽഡ് വാരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ മെറ്റീരിയൽ വാരിയൻസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് വാരിയൻസ് ആണ് എന്ത്, ലേബർ വാരിയൻസ്. അപ്പോൾ ലേബർ വാരിയൻസും ഇതേപോലെ തന്നെയാണ് ക്ലാസിഫിക്കേഷൻ. എങ്ങനെയാണ്, ദ ലേബർ വാരിയൻസ് ഓർ വേജ് വാരിയൻസ് എന്ന് കൂടി ഇതിനെ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് സിമിലർ ടു മെറ്റീരിയൽ വാരിയൻസ് വെൻ ദ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ലേബർ ഡിഫറെൻറ്റ് ഫ്രം ആക്ച്വൽ
wages cost. The labor variance arise the following are the important labor variance. ഫസ്റ്റ് വൺ ലേബർ കോസ്റ്റ് വാരിയൻസ് ആണ്. ഇതിനെ നമ്മൾ വേജ് വാരിയൻസ് എന്ന് പറയും. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ലേബർ അലൗഡഡ് ഫോർ ദി ആക്ച്വൽ ഔട്ട്പുട്ട് അച്ചീവ്ഡ് ആൻഡ് ദ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ദി ലേബർ. അതായത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ദ ലേബറും ആക്ച്വൽ കോസ്റ്റ് ഓഫ് ദ ലേബറും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ലേബർ കോസ്റ്റ് വാരിയൻസ് എന്ന് പറയുന്നത്. ഈ കോസ്റ്റ് വാരിയൻസിനെ പിന്നെയും നമ്മൾ ലേബർ റേറ്റ് വാരിയൻസ്, ലേബർ എഫിഷ്യൻസി വാരിയൻസ് ആൻഡ് ഐഡിയൽ ടൈം വാരിയൻസ് എന്ന് പറഞ്ഞ് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണാണ് ലേബർ റേറ്റ് വാരിയൻസ് അല്ലെങ്കിൽ ലേബർ റേറ്റ് ഓഫ് പേ വാരിയൻസ്. ഇറ്റ് ഈസ് സിമിലർ ടു മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ്. പ്രൈസ് വാരിയൻസുമായിട്ട് സിമിലർ ആണ്. ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ദ ലേബർ കോസ്റ്റ് വാരിയൻസ് വിച്ച് അറൈസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി സ്റ്റാൻഡേർഡ് റേറ്റ് സ്പെസിഫൈഡ് ആൻഡ് ആക്ച്വൽ റേറ്റ് പെയ്ഡ്. നമ്മൾ റേറ്റ് സ്പെസിഫൈ ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് റേറ്റും നമ്മൾ ആക്ച്വലി പേ ചെയ്യുന്ന റേറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത് ലേബർ റേറ്റ് വാരിയൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ലേബർ എഫിഷ്യൻസി വാരിയൻസ് ആണ്. ഇറ്റ് ഈസ് ദ പോർഷൻ ഓഫ് ലേബർ കോസ്റ്റ് വാരിയൻസ് വിച്ച് അറൈസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി സ്റ്റാൻഡേർഡ് ഹവേഴ്സ് ആൻഡ് ആക്ച്വൽ ഔട്ട്പുട്ട് ആൻഡ് ആക്ച്വൽ ഹവേഴ്സ് സ്പെൻഡ്. അതായത് സ്റ്റാൻഡേർഡ് ഹവേഴ്സും ആക്ച്വൽ ഹവേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത് ലേബർ എഫിഷ്യൻസി വാരിയൻസ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ ആണ് ഐഡിയൽ ടൈം വാരിയൻസ്. Ideal time variance is the portion of labor cost variance which arise due to the abnormal ideal time of worker on account of the sickness, power failure, machine breakdown, etc. ഇവിടെ അബ്നോർമൽ ഐഡിയൽ ടൈം ഉണ്ടാവുകയാണെങ്കിൽ അറൈസ് ചെയ്യുന്ന വാരിയൻസ് ആണ് എന്ത് അബ്നോർമൽ ഐഡിയൽ ടൈം എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാവുമ്പം അവിടെ ഉണ്ടാവുന്ന വാരിയൻസ് ആണ് ഐഡിയൽ ടൈം വാരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അബ്നോർമൽ ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് പവർ ഫെയിലിയർ, മെഷീന്, സിക്നെസ്, ബ്രേക്ക് ഡൗൺ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഈ ഒരു കേസിലാണ് നമ്മൾ അബ്നോർമൽ വാരിയൻസ് ഉണ്ടാവുന്നത്. ഇനി നമ്മൾ ലേബർ വാരിയൻസിന് രണ്ട് ക്ലാസിഫിക്കേഷന് കൂടിയുണ്ട്. ലേബർ മിക്സ് വാരിയൻസും അതേപോലെ ലേബർ ഈൽഡ് വാരിയൻസും. ലേബർ മിക്സ് വാരിയൻസ് എന്ന് പറയുന്നത് ലേബർ എഫിഷ്യൻസി വാരിയൻസിൻ്റെ ഒരു പാർട്ടാണ്. ഇറ്റ് അറൈസ് വെൻ ദർ ഇസ് എ ചേഞ്ച് ഇൻ ദ കോമ്പോസിഷൻ ഓഫ് ലേബർ ഫോഴ്സ്. ലേബർ ഫോഴ്സിൽ എന്തെങ്കിലും ചേഞ്ച് വരികയാണെങ്കിലാണ് നമ്മൾ ലേബർ മിക്സ് വാരിയേഷൻ യൂസ് ചെയ്യുന്നത്. ദെൻ ലേബർ ഈൽഡ് വാരിയൻസ് എന്ന് പറയുന്നത് എന്താണ് ഇറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദി സ്റ്റാൻഡേർഡ് ലേബർ ഔട്ട്പുട്ട് ആൻഡ് ആക്ച്വൽ ഔട്ട്പുട്ട് ഓഫ് ഔട്ട്പുട്ട്. എന്താണ് സ്റ്റാൻഡേർഡ് ലേബർ ഔട്ട്പുട്ടും ആക്ച്വൽ ലേബർ ഔട്ട്പുട്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത് ലേബർ ഈൽഡ് വാരിയൻസ് എന്ന് പറയുന്നത്. ഇത് കുറച്ചും കൂടി പഠിക്കാൻ സിമ്പിളാണ്. നമ്മൾ സ്വന്തമായിട്ട് ഒരു നോട്ട് എടുത്തിട്ട് അതിൽ ഇത് ഈ എക്സ്പ്ലനേഷൻസ് ഒരു ഇക്വേഷൻസ് പോലെ എഴുതി വെച്ചാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ലേബർ വാരിയൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദെൻ ലാസ്റ്റ് വാരിയൻസ് ആണ് ഓവർ ഹെഡ് വാരിയൻസ് എന്ന് പറയുന്നത്. ഓവർ ഹെഡ് വാരിയൻസ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി സ്റ്റാൻഡേർഡ് ഓവർ ഹെഡ് കോസ്റ്റ് ചാർജ്ഡ് ടു ദ പ്രൊഡക്ഷൻ ആൻഡ് ദ ആക്ച്വൽ ഓവർ ഹെഡ് കോസ്റ്റ് ഇൻക്വയർഡ്. സ്റ്റാൻഡേർഡ് ഓവർ ഹെഡും ആക്ച്വൽ ഓവർ ഹെഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത് ഓവർ ഹെഡ് വാരിയൻസ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. വാരിയബിൾ ഓവർ ഹെഡ് വാരിയൻസും അതേപോലെ ഫിക്സഡ് ഓവർ ഹെഡ് വാരിയൻസും. ഫസ്റ്റ് വൺ വാരിയബിൾ ഓവർ ഹെഡ് വാരിയൻസ് ആണ്. അതിൽ വാരിയബിൾ ഓവർ ഹെഡ് കോസ്റ്റ് വാരിയൻസ് നോക്കാം. ഇറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ആക്ച്വൽ വാരിയബിൾ ഓവർ ഹെഡ് ആൻഡ് സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർ ഹെഡ് കോസ്റ്റ്. ആക്ച്വൽ വാരിയബിൾ ഓവർ ഹെഡ് കോസ്റ്റും സ്റ്റാൻഡേർഡ് വാരിയബിൾ ഓവർ ഹെഡ് കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് വാരിയബിൾ ഓവർ ഹെഡ് കോസ്റ്റ് വാരിയൻസ് എന്ന് പറയുന്നത്. വാരിയബിൾ ഓവർ ഹെഡ് കോസ്റ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു വാരിയബിൾ ഓവർ ഹെഡ് എക്സ്പെൻഡിച്ചർ വാരിയൻസ് ആൻഡ് വാരിയബിൾ ഓവർ ഹെഡ് എഫിഷ്യൻസി വാരിയൻസ്. ഇങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് വേരിയബിൾ ഓവർ ഹെഡ് എഫിഷ്യൻസി വാരിയൻസ്. Variable overhead efficiency variance is the difference between allowed variable overhead and absorbed variable overhead. Allowed variable overheadും absorbed variable overheadും തമ്മിലുള്ള ഡിഫറൻസിനാണ് നമ്മൾ variable overhead efficiency variance എന്ന് പറയുന്നത്. Then variable overhead expenditure variance എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി actual variable overhead incurred and allowed variable overhead based on the actual hours worked. ആക്ച്വൽ ഹവേഴ്സിൻ്റെ ബേസിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ബേസിൽ ആക്ച്വൽ വാരിയബിൾ ഓവർ ഹെഡും അലൗഡ് വാരിയബിൾ ഓവർ ഹെഡും തമ്മിലുള്ള ഡിഫറൻസിനെ നമ്മൾ വാരിയബിൾ ഓവർ ഹെഡ് എക്സ്പെൻഡിച്ചർ വാരിയൻസ് എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയാണ് ഓവർ ഹെഡിലെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ വാരിയബിൾ ഓവർ ഹെഡിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വാരിയൻസ് വരുന്നത് ഫിക്സഡ് ഓവർ ഹെഡ് വാരിയൻസ് ആണ്.
ഓക്കെ, അതെന്താണെന്ന് നോക്കാം. ഇറ്റ്സ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദി സ്റ്റാൻഡേർഡ് ഫിക്സഡ് ഓവർ ഹെഡ് ഫോർ ആക്ച്വൽ പ്രൊഡക്ഷൻ ആൻഡ് ആക്ച്വൽ ഫിക്സഡ് ഓവർ ഹെഡ്. സ്റ്റാൻഡേർഡ് ഫിക്സഡ് ഓവർ ഹെഡും ആക്ച്വൽ ഫിക്സഡ് ഓവർ ഹെഡും തമ്മിലുള്ള ഡിഫറൻസ് ആണെന്ത്, ഓവർ ഹെഡ് ഫിക്സഡ് വാരിയൻസ് എന്ന് പറയുന്നത്. ഇതും നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഫിക്സഡ് ഓവർ ഹെഡ് എക്സ്പെൻഡിച്ചർ വാരിയൻസും അതേപോലെ ഫിക്സഡ് ഓവർ ഹെഡ് വോളിയം വാരിയൻസും. ഓക്കെ, അപ്പോൾ നോക്കാം. ഫിക്സഡ് ഓവർ ഹെഡ് എക്സ്പെൻഡിച്ചർ വാരിയൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബഡ്ജറ്റഡ് ഫിക്സഡ് ഓവർ ഹെഡ് ആൻഡ് ആക്ച്വൽ ഫിക്സഡ് ഓവർ ഹെഡ് ഇൻക്വയർഡ്. ബഡ്ജറ്റഡ് ഫിക്സഡ് ഓവർ ഹെഡും ആക്ച്വൽ ഫിക്സഡ് ഓവർ ഹെഡും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ഫിക്സഡ് ഓവർ ഹെഡ് എക്സ്പെൻഡിച്ചർ വാരിയൻസ് എന്ന് പറയുന്നത്. ദെൻ ഫിക്സഡ് ഓവർ ഹെഡ് വോളിയം വാരിയൻസ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ഓവർ ഹെഡ് അബ്സോർബ്ഡ് ആൻഡ് ബഡ്ജറ്റഡ് ഫിക്സഡ് ഓവർ ഹെഡ്. ഇത് തല തിരിച്ച് വരും. എന്താണ് ഫിക്സഡ് ഓവർ ഹെഡ് അബ്സോർബ്ഡും ബഡ്ജറ്റഡ് ഫിക്സഡ് ഓവർ ഹെഡും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അതിനെ നമ്മൾ ഫിക്സഡ് ഓവർ ഹെഡ് വോളിയം വാരിയൻസ് എന്ന് പറയും. ദെൻ നമ്മൾ ഫിക്സഡ് ഓവർ ഹെഡിനെ പിന്നെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വോളിയം ഓവർ ഹെഡിനെ പിന്നെയും മൂന്നായിട്ട് ഡിഫറൻസിയേറ്റ് ചെയ്യുന്നുണ്ട്. കപ്പാസിറ്റി വാരിയൻസ്, എഫിഷ്യൻസി വാരിയൻസ് ആൻഡ് കലണ്ടർ വാരിയൻസ്. ഇങ്ങനെ മൂന്നായിട്ടും കൂടിയും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ കപ്പാസിറ്റി വാരിയൻസ് ആണ്. ഇറ്റ്സ് എ പോർഷൻ ഓഫ് ഫിക്സഡ് ഓവർ ഹെഡ് വോളിയം വാരിയൻസ് വിച്ച് ഇസ് ഡ്യൂ ടു വർക്കിംഗ് അറ്റ് എ ഹയർ ഓർ ലോവർ കപ്പാസിറ്റി ദാൻ സ്റ്റാൻഡേർഡ്. ഇതെപ്പോഴാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണോ അല്ലെങ്കിൽ അതിൻ്റെ താഴെയാണോ, അതായത് ഹയർ കപ്പാസിറ്റി ആണോ, സ്റ്റാൻഡേർഡിന് മുകളിൽ കപ്പാസിറ്റി ഉണ്ടോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡിൻ്റെ താഴെയാണോ കപ്പാസിറ്റി, ഇതിനനുസരിച്ച് നമ്മൾ ഇതാക്കുന്ന വാരിയൻസ് ആണ് എന്ത്, കപ്പാസിറ്റി വാരിയൻസ് എന്ന് പറയുന്നത്. Then efficiency variance is the portion of fixed volume variance which is due to the difference between budgeted efficiency and actual efficiency. നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള ബഡ്ജറ്റഡ് എഫിഷ്യൻസിയും ആക്ച്വൽ എഫിഷ്യൻസിയും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എഫിഷ്യൻസി വാരിയൻസ് എന്ന് പറയുക. ദെൻ കലണ്ടർ വാരിയൻസ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി സ്റ്റാൻഡേർഡ് നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് ആൻഡ് ആക്ച്വൽ നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ്. നമ്മൾ ഫിക്സ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് നമ്പർ, ഇത്ര ഇതിലാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്, ഇത്ര ദിവസം കൊണ്ട് നമ്മളിത് തീർക്കും. അപ്പം അതും നമ്മൾ ആക്ച്വലി എത്ര ദിവസം കൊണ്ട് തീർക്കും അതും തമ്മിലുള്ള ഡിഫറൻസ്, ആ വർക്കിംഗ് ഡേയ്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ് കലണ്ടർ വാരിയൻസ്. അപ്പം നമുക്കിവിടെ ഇതിൽ പഠിക്കാനുള്ളത് കോസ്റ്റ് വാരിയൻസ് മാത്രമേ ഉള്ളൂ. സെയിൽസ് വാരിയൻസ് ഈ ഭാഗത്ത് പഠിക്കാനില്ല. അതുകൊണ്ട് കോസ്റ്റ് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എസ് എ ആയിട്ടും ചോദിക്കാം. അത്രയും ഏരിയാസ് കവർ ചെയ്തുകൊണ്ടുള്ള ഒരു ഏരിയ ആണിത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ വാരിയൻസും അതിന് അണ്ടറിലുള്ള ക്ലാസിഫിക്കേഷൻസും എഴുതി തന്നെ പഠിക്കുക. അതാണ് ഏറ്റവും ബെസ്റ്റ്. അതേപോലെ ഇക്വേഷൻസും കൂടി എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ടൈപ്പ് ഓഫ് വാരിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ക്ലാസ് കേൾക്കുക. ഓക്കെ, താങ്ക് യു.